അച്ഛന് ക്യാൻസർ ആയിരുന്നു. അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലിട്ടിരുന്നിട്ടാണ് 1 മാസം ചികിത്സിച്ചത്. ആ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അങ്ങ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്ത് തുറന്നു വെപ്പിച്ചത്. അത് എടുത്തോണ്ട് പോകാനേ പറ്റൂ. ഓ എനിക്ക് സ്റ്റോക്ക് വന്നത്, അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങോട്ടുള്ള എല്ലാവരും രോഗികളാണ്. അപ്പം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് എടുത്തോണ്ട് പോകാനായിട്ട് രാത്രി 1 മണി 2 മണിക്കൊക്കെ ചിലപ്പോൾ മോൻ കാണൂല, ഞാൻ മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരോട് 4 മരണം നടന്നു. ആ 4 പേര് മരിച്ചപ്പോഴും എല്ലാരും തോളിലും കസയിലും എടുത്തുണ്ട്. അപ്പൊ നമുക്കൊരു ആട്ടം വരണം, പിന്നെ നമുക്ക് ഒരു സമാധാനവും. നമുക്ക് ഈ വഴിയിലുണ്ടെങ്കിൽ അത്രയും മഴ പെയ്ത് അവിടെ ചെളി കെട്ടിയതാ, അവളെ സഹോദരന് പിന്നെ കാലിൽ എലിപ്പനി വന്ന് സുഖമില്ലെങ്കിൽ ആശുപത്രി പോകുമ്പോൾ പറ്റില്ല. അവരങ്ങനെ അടിയും മഴക്കോറ്റൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി നിങ്ങളെല്ലാവരും കൂടെ സാധിച്ച് നോക്കി തരണം. നമുക്ക് നിങ്ങൾ എത്രത്തോളം വെല്ലുവിളിക്കും, കൊണ്ടുവരേണ്ടവരൊക്കെ കൊണ്ടുവരും. നമ്മുടെ ഇവിടെ നിന്ന് 1 ഇഞ്ച് കല്ല് ഇളക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ആണുങ്ങളെ കൊച്ചു മക്കളെയും കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആട്ട കയറി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ നോക്കണ്ട ഒരു വഴി, ഇത്രയും ജനങ്ങൾ പോയി വരാനായിട്ടുള്ള ഒരു വഴി. നമസ്കാരം. 2 വീട്ടുകാർ തമ്മിലുള്ള വാക്കുതർക്കം, അതിന്റെ പേരിലുണ്ടായ അതിർത്തി തർക്കം, അതൊക്കെ എത്തി നിൽക്കുന്നത് 15ഓളം വീട്ടുകാരുടെ വഴിമുട്ടിക്കൽ നടപടിയിലേക്കാണ്. 20 വർഷം മുമ്പ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു. പക്ഷേ ഈ 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വഴി അത് മതിൽ കെട്ടി അടയ്ക്കുന്ന ഒരു സംവിധാനമുണ്ടായി. സർക്കാർ അടക്കം ഇടപെട്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുമ്പോഴും ആ വീട്ടുകാർ ആ സ്ഥലം, ആ മതിൽ പൊളിച്ച് സ്ഥലം വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വഴി നിർമ്മിക്കുന്നതും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 15ലധികം കുടുംബങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് താമസിക്കുന്നത്. അതിൽ നിരവധി ആളുകൾ രോഗികളാണ്. 15ലധികം ആളുകൾ കിടപ്പ് രോഗികളാണ്. അതേപോലെ തന്നെ മരണം സംഭവിച്ചാൽ പോലും അവർക്ക് കൃത്യമായ ഒന്ന് ആശുപത്രിയിലേക്ക് പോകാനോ മറ്റു സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 4ഓളം മരണങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെയൊക്കെ കൊണ്ടുപോയിരുന്നത് കസേരയിലൊക്കെ ഇരുത്തിയിട്ടാണ് എന്നാണ് ഇവിടുത്തെ അന്തേവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനേക്കാൾ ഇവിടെയുള്ള സ്ത്രീകളാണ് ഇതിനു വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങളെയൊക്കെ കൊല്ലാൻ വരെ തയ്യാറാണ്, അത്തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് ഈ വീട്ടുടമ ഉന്നയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ പരാതി. ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടാലും ഈ വീട്ടുകാർ വിട്ടു നൽകില്ല എന്നുള്ള കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുണ്ട്, രോഗികളുണ്ട്, ഇവരുടെയൊക്കെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. മഴക്കാലമാകുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം മലിനജലം ഈ ഒരു ചെറിയ വഴിയിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ആവശ്യം ഒരു ഓട്ടോയെങ്കിലും വീട്ടിലേക്ക് കയറണം എന്നുള്ളതാണ്. ഈ ഗേറ്റ് ഇവിടെ അടച്ചു വെച്ചിരുന്നു. അവരെ കാറ് മാത്രം അകത്ത് കയറും, ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങള് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ്, ഈ ഗ്രില്ലിൽ തൂങ്ങിയാണ് ഞങ്ങൾ അങ്ങറ്റം വരെ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയി എല്ലാവരും സൈൻ വാങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേക്ക് പോലീസ് വന്നാണ് ഇത് തുറന്നു വെപ്പിച്ചത്. അന്ന് തുറന്നു വെച്ചതാണ്. അതിനുശേഷം ഇതുവരെയും അടച്ചിട്ടില്ല. അപ്പൊ ഇത്രയും രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇനി ഇതിനപ്പുറം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം അവര് പറഞ്ഞാൽ ഈ പേരെ പെണ്ണുങ്ങൾ കാരണം ഇവിടെ എന്ത് ചെയ്യും, എന്ത് റോഡ് വരും, കാണിച്ചു തരാം. അവിടെയൊക്കെ നമ്മൾ ഓട്ടോ കൊണ്ടിടുകയാണെങ്കിൽ അവരെ സ്ഥലമാണ്, അതുവരെ പോയാൽ സമ്മതിക്കൂല. അതിനും ബഹളമാണ്, അതുവരെ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കൂല. എല്ലാം അവരുടെ സ്ഥലം. വരണമെങ്കിൽ ഇവിടെ എല്ലാവരും ഇറങ്ങി നോക്കും നമുക്ക് അത്ര കൊമ്പാണോ ഈ ഓട്ടം, നമ്മൾ അതുവഴി പോണോ, അതുവരെ പോകുന്നേ. ഈ ഗേറ്റ് അടയ്ക്കുമ്പോ എങ്ങനെയാ ആളുകളിലോട്ട് പോകണം? അവര് കാർ വരുമ്പോ മാത്രം പൂട്ടിയിരിക്കും. അവരുടെ വണ്ടി വരുമ്പോ മാത്രം തുറക്കും. നമുക്ക് ആർക്കും ഒരു ഈ സൈഡിൽ കുറച്ച് സ്ഥലം കാണൂല, അതുവഴി പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് പോകാൻ വേണ്ടി ബൈക്ക് മാത്രം അരിഷ്ടിച്ച് പോവാം. അങ്ങനെയുള്ള സ്ഥലത്തൂടെ നമ്മൾ മൊത്തം ഇവിടെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അങ്ങ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്ത് തുറന്നു വെപ്പിച്ചത്. വഴിയില്ലല്ലോ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? വഴി തരാന്ന് അവര് പറയുന്നുണ്ടോ? അവർ തരാമെന്നൊന്നും പറയാനില്ല. 10-150 വീട്ടുകാരുണ്ട് താഴോട്ട്. ആരും ശരിയില്ല. നമുക്ക് ആഗ്രഹ സുഖമല്ലാതായ എടുത്തോണ്ട് പോകാനേ പറ്റൂ. ആശുപത്രിയിലേക്കൊക്കെ എങ്ങനെയാ പോവാറ്? അത് എടുത്തോണ്ട് പോകാനേ പറ്റൂ. എന്താ വയ്യണ്ടോ? ഓ എനിക്ക് സ്റ്റോക്ക് വന്നത്, അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പം മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ഇത് വഴി തരാന്നാ പറയുന്നത്. പക്ഷെ ആ വീട്ടുകാരെ മാത്രമാണ് തരുന്നില്ല എന്ന് പറയുന്നത്. ഓ അവര് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവര് കോൺക്രീറ്റ് പോയി. 20 വർഷത്തിന് മുന്നേ റോഡ് വെട്ടി ഓട്ടോ വന്ന സ്ഥലമാണ്.
അപ്പോൾ അവർ രണ്ട് വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ പ്രശ്നമായി അവർ മതിൽ കെട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് റോഡിന് ഇട്ട് കൊടുത്ത വഴി അങ്ങനെ തന്നെ ഓട്ടോ വരുന്ന കണക്കിന് കിടപ്പുണ്ട്. അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് കിടന്നിട്ട് 5 വർഷമായി. ഞങ്ങൾ 2-3 പേരും കൂടെ എടുത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഒന്ന് മുടി വെട്ടാൻ പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പുള്ളിയെ വിളിച്ച് ഇവിടെ 3-4 ആഴ്ച വിളിക്കുമ്പോഴാണ് അവൻ വന്ന് മുടി വെട്ടി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഓട്ടോ വരാനുള്ള, വേറെ ഒന്നും വേണ്ട. ഇങ്ങോട്ടുള്ള എല്ലാവരും രോഗികളാണ്. അപ്പം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് എടുത്തോണ്ട് പോകാനായിട്ട് രാത്രി 1 മണി 2 മണിക്കൊക്കെ ചിലപ്പോൾ മോൻ കാണൂല, ഞാൻ മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഹോസ്പിറ്റൽ കേസ് വരുമ്പോ എന്താ ചെയ്യാറ്? 2-3 പേരൂടെ എടുത്ത് ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊണ്ടുപോകണേ. ഈ ഇടയ്ക്ക് രാത്രി 2 മണിക്ക് സുഖമില്ലാതെ ഞാനും എൻ്റെ മോനും കൂടെ ഞങ്ങൾ എടുത്താണ് കൊണ്ടുപോയത്. 20 വർഷത്തിന് മുന്നേ വന്ന വഴിയാണ്. അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങൾ കാരണം വഴക്കുണ്ടായിട്ടാണ് രാജയും കുമ്പസ്ഥൻ ഇനി ഇതുവഴി വഴി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വഴി അടച്ചത്. അപ്പോഴത്തേക്ക് അങ്ങേര് മരിച്ച വഴി കൊടുക്കാന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പോയി ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മതില് നമുക്ക് കെട്ടിത്തരാം എന്ന് വരെ ചോദിച്ചു. അപ്പൊ ബാക്കി എല്ലാവരും പ്രമാണങ്ങളിൽ വഴി വിട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണ്, എനിക്ക് തരാൻ പറ്റത്തില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ യഥാർത്ഥം പറഞ്ഞ വസ്തു അളന്നാല് റീസർവേയിൽ ഈ പ്രമാണത്തിലുള്ള വസ്തുവല്ല, റീസർവേയിൽ കൂടുതലുണ്ട്. ഇതിൽ ഇവർ കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പാവപ്പെട്ടവർ ഒരുപാട് പ്രാവശ്യം മുമ്പ് പോയി 4-5 പ്രാവശ്യം പറഞ്ഞു. വേറെ ഇഷ്ടംപോലെ ആൾക്കാർ പോയി പറഞ്ഞു. എന്നിട്ട് അവർ വാശിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ മുമ്പറിന്റെ അടുക്ക ലാസ്റ്റ് ഫൈനലായിട്ട് പോയപ്പോഴത്തേക്ക് മുമ്പറിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ കാൺക്രീറ്റ് ഇട്ട് വരുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കാൺക്രീറ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് തുറന്നു തരാം മുമ്പറെ, അപ്പം അതിൽ കെട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാൺക്രീറ്റ് ഇട്ട് വന്നപ്പോഴത്തേക്ക് പറയുന്നത് വഴിയും തരൂല, ഒന്നും തരത്തില്ല, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണ്, എനിക്ക് വഴി കൊടുക്കാൻ പറ്റത്തില്ല, ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് അതിനപ്പുറം തരാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് അവരെ. അപ്പൊ എൻ്റെ അമ്മ 4 അറ്റാക്ക് വന്നതാണ്. ഇവിടുന്ന് എടുത്താണ് കൊണ്ടുപോകുന്നത്. രാത്രിയിൽ ഏത് സമയമൊന്നുമില്ലാതെയാണ് എല്ലാവരെയും ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അത് എടുത്തു കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരാൾക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് പോകാനുള്ള വഴി പോലും ഇല്ല. ഒരാൾ ഫ്രണ്ടിൽ നിന്ന് പോകണം, ഒരാൾ ബാക്കിൽ പോകണം, എന്നാലേ കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ളൂ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ദയവായി ഈ വഴി തുറന്നു തരണമെന്ന് ഞാൻ താല്പര്യമായിട്ട് ചോദിക്കുന്നു. വാഹനം വരുന്നത് അവർ ആ ഗേറ്റിന്റെ ഫ്രണ്ട് വരെയാണ് വരുന്നത്. അവർ ആ സദാശിവൻ നായരുടെ വീട്ടിന്റെ ഫ്രണ്ട് വരെ. അവർ ഈ പറയുന്ന ദാസിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ കാല് ഷുഗറിന്റെ ഇതുകൊണ്ട് മുറിച്ച് അങ്ങ് ഹോസ്പിറ്റലിൽ കിടക്കണം. അവരെ തന്നെയും അവരെ കാർ അവരെ വീട്ടിനകത്താണ് പോകണം. അപ്പൊ അവർ രണ്ടും ജോയിന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവര് അവിടെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനഃപൂർവ്വം തരത്തില്ല എന്നുള്ള. ഇപ്പം ഞങ്ങള് മുഖ്യമന്ത്രിക്കും നമ്മളെ മുമ്പറിനെ എല്ലാം തടഞ്ഞതുകൊണ്ട് ഇനി ഒരു കാലത്തും വഴി തരില്ല. സദാശിവൻ നായരും ദാസുമാണ് പറയണത്. ഇനി എന്റെ പേര് മാറ്റിയിട്ട് കൊടുക്കാനാണ് പറയണത്. അവര് വഴി തരില്ല, തുറക്കില്ല എന്ന്. നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം വഴി തരില്ല എന്ന് ഉറച്ച് പറയണമെങ്കിൽ ഇത്രയും ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോ ഉറച്ച് പറയണമെങ്കിൽ അതിനൊരു ധൈര്യം കിട്ടുന്നത്. ധൈര്യം ഞങ്ങൾക്ക് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർമാൻ പറഞ്ഞു കാൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയുടെ വകയാണ്, അവരുടെ ഫണ്ടാണ്, അത് ഒരു കാരണവശാലും അവർക്ക് തരില്ല എന്ന് പറയാനുള്ള ഓർഡർ ഇല്ല. മുമ്പറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലേ ബില്ല് പാസ്സാക്കി തരുള്ളൂ എന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചറിയിച്ചിട്ടുണ്ട്. ആൻസൽ MLA കൊടുത്ത് MLAയും അതിന്റെ ആളെ വിട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുമ്പറിന്റെ കൂടെ ഒരിക്കൽ കൂടെ പോയി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുമ്പ് സംസാരിച്ചിട്ട് മറുപടി ഇന്ന് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവര് വെട്ടും കുത്തും കൊലയും നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് അവരടിക്കാൻ പോയെന്ന് അവരാണ് നമ്മളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എല്ലാവർക്കും പൈസകൾ കൊടുക്കാം, നിങ്ങൾ ആരും ഇറങ്ങരുത്, ചോദിക്കരുത്, പറയരുത്. ഇങ്ങനെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലിട്ടിരുന്നിട്ടാണ് 1 മാസം ചികിത്സിച്ചത്. ആ അവസ്ഥയാണ് ഇവിടെ. കൊച്ചു കുട്ടികൾ വഴിയെ പോകുമ്പോഴത്തേക്ക് വേസ്റ്റ് വെള്ളം, പട്ടീനെയും പൂച്ചേനെയും കോഴിയുടെ വേസ്റ്റ് വെള്ളം ഒഴുക്കി റോഡിലോട്ട് വിടുന്നു. ചോദിച്ചപ്പോ അങ്ങേര് പറയാണ് എനിക്ക് വച്ചിട്ടുണ്ട്, എനിക്ക് ശരിയാക്കി തരാന്ന് എന്റെ അടുത്ത് പറയുന്ന മറുപടി. ആ ചേച്ചി ഒരു ദിവസം ഉച്ചയ്ക്ക് ചോദിച്ചപ്പോ പറയാണ്, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ നിന്റെ വായിൽ പിന്നെ കഴുകി വീത്തി തട്ടോന്ന് അങ്ങേര് ചോദിക്കുന്ന മറുപടി പെണ്ണുങ്ങളടുത്ത്. ഇപ്പൊ പറയുന്നത് നമ്മൾ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുമെന്ന്. വഴിക്ക് വേണ്ടി ഏത് കളക്ടറെ കണ്ടാലും വഴി തരില്ല എന്നാണ് വാശി പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ വഴിയുണ്ടല്ലോ നമ്മള് മുന്നിൽ കാണുന്ന അങ്ങനെ വൈഫിനാണെങ്കിൽ സുഖമില്ലാതെ ഷുഗർ കൂടിയിട്ട് കാല് മുറിച്ച് ഓപ്പോസിറ്റ് വീട്ടിലാണ് കാർ കൊണ്ടുവന്നിടുന്നത്. കാരണം അങ്ങേര് നമുക്ക് വഴി തരില്ല എന്ന് വെച്ചിട്ടാണ് ഈ വഴി ശരിയാക്കാത്തത്. അല്ലാതെ വൈഫിനെ എന്നും എടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് പോലും ആ വഴി ശരിയാക്കണമെന്നില്ല. കാരണം മറ്റുള്ളവർ വരുമെന്ന് പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞു ഓപ്പോസിറ്റ് ഉള്ള ആള് മരിച്ച് അങ്ങേരും വൈഫും മരിച്ച വഴി തരാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേരും വൈഫും മരിച്ചിട്ടും നമുക്ക് വഴി തരുന്നില്ല. ഈ കൊച്ചു കുട്ടികൾ എന്ത് കഷ്ടപ്പെട്ടെന്ന്. മഴ സമയത്താണ് നമുക്ക് ഇതുവഴി പോകാൻ ഒട്ടും പറ്റാത്തത്. ഒരാൾ സുഖമില്ലാതെ രാത്രിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പെണ്ണുങ്ങൾ മാത്രമുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓട്ടോ പോലും വരില്ല ഈ വഴിയിൽ. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് നമ്മൾ 1 മാസം അച്ഛനെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇട്ട് നോക്കിയത്. കാരണം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വഴിയില്ല. ആ അവസ്ഥയാണ്.
ആ മതിൽ എപ്പോഴാ കെട്ടുന്നത്? അവിടെ ഒരു മതിൽ കാണുന്നുണ്ട്. 20 വർഷത്തിന് മുമ്പ് ഇവിടെ ഓട്ടം വന്ന വഴിയാണ്. ഇവിടെ ഈ വീടുകളിലൊന്നും ആണുങ്ങൾ ഇല്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടെ പെട്ടെന്ന് മതിൽ കെട്ടി അങ്ങ് അടച്ചു. ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മൾ പൈസ തരാൻ, നിങ്ങൾ വഴിക്ക് വേണ്ടിയിട്ട് ഒരു താല്പര്യം കാണിക്കരുതെന്നാണ് അങ്ങോട്ടൊക്കെ ഉള്ള വീട്ടുകാരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ നമുക്ക് വഴി കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്കാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്. പറയുന്നത് നമ്മൾ മതിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് പോയി പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ, നമ്മൾ ഒന്നും ചെയ്തില്ല. ഇപ്പൊ എനിക്ക് വച്ചിട്ടുണ്ടെന്നാണ് എപ്പോഴും അങ്ങനെ പറയുന്നത് എന്റെ അടുത്ത്. ഇപ്പൊ പറയുന്ന വെച്ചാൽ ബാക്കി കിടക്കുന്ന കോൺക്രീറ്റ് ചല്ലിയെടുത്ത് പെണ്ണുങ്ങൾ നിരങ്ങി റോഡ് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ നമ്മൾ പ്ലെയിനിൽ വന്നിറങ്ങുന്ന ഇനിയിപ്പോ കാണാം. ഇനിയിപ്പോ വന്നിറങ്ങണ കാണാം. ആണുങ്ങൾ ഇറങ്ങെങ്കിൽ പെണ്ണുങ്ങൾ ചവിട്ടി ആണുങ്ങളെ കൈ വെക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞില്ല എന്ന് പറയും. ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്നത്. എത്ര വയസ്സുണ്ട്? 70 വയസ്സാണ്. 70 വയസ്സായിരുന്നു. 70 വയസ്സായി. അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ വഴിയുടെ ഒരു പ്രശ്നം അറിയാലോ. എന്താണ് ശരിക്കും അവര് പറയുന്നത്? നമുക്ക് വഴി കിട്ടിയേ പറ്റൂ. ഒരു ആട്ടമെങ്കിലും വരാനുള്ള വഴി കിട്ടിയേ പറ്റൂ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഒരാട്ടം വരാനുള്ള വഴി. വീടിന് അനുവദിച്ചിട്ട് അവർക്ക് വേറെ പൈസ ഇല്ല, ഒരു ലേബർ ചാർജ് അടക്കം കൊടുക്കാനുള്ള പൈസ അവർക്കില്ല. അതുകൊണ്ട് അവര് വേണ്ടാന്ന് പറഞ്ഞു, ക്യാൻസൽ ചെയ്തു. കാരണം അവർക്ക് വേറെ സഹായികളൊന്നും ഇല്ല. അവർ ക്യാൻസർ പിടിച്ച് കിടക്കുന്നതാണ്. അപ്പൊ അവരിനി എന്ത് ചെയ്യും? മൊത്തം ഒഴിഞ്ഞു പോയി. എന്താ പറഞ്ഞ വയസ്സായവർക്ക് വീട് തരില്ല, പിന്നെ അതിന് ശേഷം പോയൊന്നുമില്ല. ഇവരെല്ലാം ഉത്തരവാദികളാണ്. ഇതെല്ലാം ഇനി എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാ ആശുപത്രിയിലേക്കൊക്കെ ഈ അമ്മ പോണത്? ആശുപത്രിയിൽ ഇതുവഴി നടന്നല്ല, ഒന്നേ ബസ്സിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതുവഴി ബൈക്കിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. അതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ആർക്കും ഒരു വഴിയില്ല. ഇതൊരു കാര്യമുണ്ട് മേഡം, നമുക്ക് ഇവിടെ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ആ പച്ചതാരി ഇട്ടുണ്ടെങ്കിൽ ചേച്ചി അവരെ വീട്ടിൽ 4 മരണം നടന്നു. ആ 4 പേര് മരിച്ചപ്പോഴും എല്ലാരും തോളിലും കസേരയിലും എടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഒരു ആട്ട വരണം, പിന്നെ നമുക്ക് ഒരു സമാധാനവും. നമുക്ക് ഈ വഴിയിലുണ്ടെങ്കിൽ അത്രയും മഴ പെയ്ത് അവിടെ ചെളി കെട്ടിയതാ, അവളെ സഹോദരന് പിന്നെ കാലിൽ എലിപ്പനി വന്ന്, അതെല്ലാം നമ്മൾ നെയ്യാറ്റിൻകരയാണ് ഞങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും. നമുക്കിവിടെ മഴ പെയ്യുമ്പോൾ ആ ഒരു വഴി മാത്രം നമുക്ക് ശരിയാക്കി തന്നാൽ നമുക്കെല്ലാം നടക്കാം. അവിടെ മഴ പെയ്ത് നടക്കണമെങ്കിൽ ഒരു വെള്ളം വേണം. നമ്മൾ ആ തീട്ടത്തിൽ കൂടെ മൂത്രത്തിൽ കൂടെ തന്നെ ഞങ്ങൾ നടക്കണം. എന്നിട്ട് നമുക്കെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത്രയും ഇവിടെ ഈ 4-5 പേര് വീടേ ഉള്ളൂ. അവർക്ക് മാത്രം നടക്കാനും ഉള്ള ഒരു സൗകര്യം വേണം, നമുക്ക് ചെയ്തു തരണം. അത് നമുക്ക് അത്യാവശ്യമാണ്. അത്ര നമുക്ക് പറയാം. ഇവിടെ 4 പേര് മരിച്ചു. ഈ വീട്ടിൽ 4 പേരെയും കസേരക്കകത്താണ് ഇരുത്തിക്കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ പോയത്. നമുക്ക് ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമുക്കൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചത്താൽ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് വളരാനുള്ളതാണ്. അപ്പൊ അവർക്ക് ഒരു സമാധാനം വേണം. നമുക്ക് വഴിക്ക് ഒരു തീരുമാനം നമുക്ക് എല്ലാവരും കൂടി നമുക്ക് ഉണ്ടാക്കി തന്നാലേ പറ്റും. ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്തവരാണ്. എൻ്റെ മോൻ മരിച്ചിട്ടും ഇനി ഞങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. എൻ്റെ അമ്മാവി മരിച്ച്, എൻ്റെ ഒരു അമ്മാച്ചൻ മരിച്ച്, ഒരു ചേട്ടൻ മരിച്ച്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ കസേര മരിച്ച് തലയ്ക്ക് ചുമന്നാണ് കൊണ്ട് റോഡ് വരെ പോണത്. എന്നിട്ട് പോലും വഴി എന്നില്ല. ഞാൻ ഒരു അസുഖം വേണ്ട, ഈ കണ്ണും കണ്ടുകൂടാതെ കഴിഞ്ഞ ആഴ്ചയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. ഞങ്ങൾ പോവാനോ വരാനോ ഒന്നും പാടില്ല സാറേ. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് ഒരു ഓട്ടോ ഞങ്ങൾക്ക് വീട്ടിടയിൽ എത്തിച്ചേരണം. ഞങ്ങൾ ഇങ്ങനെ കിടന്ന രോഗികൾ ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. മരുന്നിൻ്റെ ആശുപത്രിയിലായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ പോകാൻ രാത്രി ഇന്നലെ 1 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എങ്ങനെയെല്ലാം കൊണ്ടുപോയി വാണെന്നറിയാം. ഷർട്ടിലും വീട് തലക്കറക്കുമായത് കൊണ്ടുപോകാൻ നിവർത്തിയില്ല. ഒരു ഓട്ടോ വന്നാൽ പെട്ടെന്ന് വിളിച്ചാൽ ഉടനെ വരുമല്ല, കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെയും പാടില്ല. പിന്നെ 2-3 പേര് പിടിച്ച് അതാ വഴിയുണ്ടായി. ഇപ്പോഴാണ് 2 ദിവസം കൂടി ഇങ്ങനെയെങ്കിലും ആയത്. അല്ലെ അതറിയില്ലായിരുന്നു. 2 പേര് പിടിക്കാൻ കൊണ്ട് നേരെ നടന്നു പോകാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചൊരു വഴി ശരിയാക്കി തരണം. ഒരു ഓട്ടോ വന്ന് നമ്മളെ സഹായിക്കണം. അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണ് ഞങ്ങൾ സാറ്. സംസാരിക്കാവോ? എന്താണ് ഇവിടെ വഴി പ്രശ്നമാണല്ലോ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? സുഖമില്ലെങ്കിൽ ആശുപത്രി പോകുമ്പോൾ പറ്റില്ല. അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടുന്ന്? ഇല്ല സംസാരിച്ചിട്ട് അവർ പറഞ്ഞ് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് വീടുകളിൽ കിട്ടി കാറുകൾ കൊടുത്തിട്ട് അവര് നല്ലപോലെ അവരിയ്ക്കുന്നത്. അവര് നല്ല സുഖമായിട്ട് വല്ല അസുഖം വരുമ്പോൾ കാറും അവരെ വീട്ടിനകത്ത് വരും, കാറും പോകും. ഈ ഞങ്ങൾ കണ്ടല്ലേ ഇതുവരെയാണ് വീട്. പിന്നെയൊക്കെ താഴോട്ടാണ് ഗേറ്റ് കിടന്ന വഴിയാണ് അവരെ ഗേറ്റിന്റെ അവിടെയാണ് അവരെ വീട്. കാറ് വരും. പിന്നെ അവരൊക്കെ സൗകര്യമായിട്ടുള്ളതെല്ലാം അവർ ചെയ്തു വെച്ചാൽ അവരുടെയൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അടിക്കുന്നു, വെട്ടും കുത്തും കൊല, ഞങ്ങൾക്ക് എന്തിരുന്നാലും നമുക്ക് തരാൻ പറ്റൂല, നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ അടിയും മഴക്കുമായിട്ടൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി നിങ്ങളെല്ലാവരും കൂടെ സാധിച്ചു
നോക്കി തരണം നമുക്ക്. 4 പ്രാവശ്യം എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നതാണ്. ആ സമയത്തും നമ്മൾ തൂക്കിക്കൊണ്ടുപോയപ്പോ ഇവർ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇവളെ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ അപ്പുറം അവള് പുഴുത്ത് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞത്. ഈ ദാസും അവരും കൂടെ ചേർന്ന് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് റോഡ് സൈഡിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. കാരണം ഒരല്പം പോലും നടക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ 6 മാസം നമ്മൾ നിന്നിട്ടാണ് തിരിച്ച് ബൈക്കിൽ ചെറുതായിട്ട് ഉരുട്ടി ഇവിടെ കൊണ്ടുപോകുന്നത്. ഈ അവസ്ഥയാണ്. എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നു, അപ്പോഴും ഞങ്ങൾ ഈ അവസ്ഥ തന്നെയാണ്. എൻ്റെ സഹോദരൻ അറ്റാക്ക് വന്നു, എൻ്റെ സഹോദരനും അറ്റാക്ക് വന്നിട്ട് ഞങ്ങൾ ഈ അവസ്ഥയിൽ പോയി. എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നു. ഞങ്ങൾ എല്ലാ അവസ്ഥയും പരിഹരിച്ച് പോവുകയാണ്. എന്നിട്ട് പോലും എന്നിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് വരുന്ന ആ വഴിയിൽ, അവിടെ ആ ഹോട്ടലിന്റെ അടുത്ത് ആ വഴിയിൽ വെച്ച് വെള്ളം കയറി നിറഞ്ഞാണ് കിടന്നത്. അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പട്ടിത്തീട്ടോ അതൊക്കെ കൊണ്ട് ഞങ്ങൾ തൂങ്ങി പിള്ളേർ പോണ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസ് വന്നാണ് അത് തുറന്നു വെപ്പിച്ചത്. അതും അങ്ങേരെ വകയെന്ന് പറഞ്ഞിട്ട് അങ്ങേര് തുറക്കാതിരുന്നതാണ്. അവർ കാറ് പോകാൻ വേണ്ടി മാത്രം തുറക്കും, ബാക്കി അങ്ങ് ഗേറ്റ് അടച്ചു വെക്കും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഫോട്ടോസ് വരെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോൾ പോലീസിൽ നിന്ന് ആൾ വന്നാണ് അത് തുറന്നു വെപ്പിച്ചത്. ഇത്രമേല. എന്നിട്ട് ഞങ്ങളിപ്പോൾ എല്ലായിടത്തും കൊടുത്തു. എന്നിട്ട് അവർ പറയണ അവളൊക്കെ ചെയ്യാൻ പറ്റാതെ ചെയ്തിട്ട് അസഭ്യമൊക്കെയാണ് പറയുന്നത്. അവരെ മോൻ പോലീസുകാരനാണ്. അങ്ങേർക്ക് നല്ല വിലപിടിപ്പുള്ള ജോലിയുണ്ട്. നിങ്ങളായ പീറയൊക്കെ ഇവിടെ എന്താണ് കിടക്കണേ? ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ എത്രത്തോളം വെല്ലുവിളിക്കും, കൊണ്ടുവരേണ്ടവരൊക്കെ കൊണ്ടുവരും. നമ്മുടെ ഇവിടെ നിന്ന് 1 ഇഞ്ച് കല്ലിളക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ആണുങ്ങളെ കൊച്ചു മക്കളെയും കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ ദാസ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് വേണം. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ട് മക്കളെ ഇങ്ങനെയൊക്കെ പറയണം. നമ്മൾ പേടിക്കണ്ട, നമ്മൾ മീഡിയയുടെ ഫ്രണ്ടിലാണ് പറയണത്. 4 പേര് അറിയണം ഇത്. എന്ന് വെച്ചാൽ 20 വർഷം കൊണ്ട് ഈ ടോർച്ചറിങ് ഇവിടെ നടക്കുകയാണ് ചെയ്യണേ. ഇനിയെങ്കിലും നമുക്കൊരു അനുമതി വേണം. എന്ന് വെച്ചാൽ ഇവർ തുറന്നു തരണം. നമ്മളെ കൊണ്ട് 1 കല്ല് അവിടെ നിന്ന് ഇളക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു ഭാഷയും പറഞ്ഞു. ഞാൻ ഇതുവരെ നമ്മൾ ഭാഷ പറഞ്ഞിട്ടില്ല. അവരങ്ങനത്തെ രീതിയിലാണ് റോഡിലിട്ട് നമ്മളെ പിള്ളേരെ കൈയേറ്റം ചെയ്യുമെന്ന് പറയുന്നത്, പുരുഷന്മാരെ കൈയേറ്റം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആണുങ്ങൾക്ക് കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ അടങ്ങി വീട്ടിയിരിക്കും, പെണ്ണുങ്ങളാണ് ഭരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ. എൻ്റെ എൻ്റെ അച്ഛന്റെ പേര് തങ്കപ്പൻ, എൻ്റെ അമ്മയുടെ പേര് ഉഷ. തങ്കപ്പന്റെയും ഉഷയുടെയും മോള് മഹാവിത്തായിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഇവിടെ കുറെ പെൺപിള്ളേർ ചേർന്നിട്ടുണ്ട്. നീയൊക്കെ എത്രത്തോളം കളിക്കുമെന്ന് കണ്ടിരിക്കാം. അവരാർക്കോ കൊടുക്കിട്ട് എന്റെ ഗേറ്റ് വിട്ട് ഇപ്പുറത്തോട്ട് ഒരു വഴി വരൂല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കേൾക്കവേ പറയണേ, പോലീസായാലും പട്ടാളായാലും എല്ലാവരും ഇതുപോലെ 10 പാവങ്ങൾ ഇവിടെ കിടക്കുകയാണ് ചെയ്യണേ. ഇത്രയും ദിവസം തോളി ചമന്ന് ഇനി തോളി ചമക്കാൻ വയ്യ. അതിനൊരു വഴി കാണിച്ചു തരണം നമുക്ക്. ഇപ്പൊ ഏതാണ്ട് 15 വീട്ടിലാർക്കാണ് ഇല്ലാത്ത. അതിന്റെ താഴോട്ടുള്ളവർക്ക് ചെറിയ വഴിയാണ് കിടക്കണേ. ഇവരെ ഭീഷണി കൊണ്ടാണ് അവരിങ്ങോട്ട് മുകളിലോട്ട് കയറാതിരിക്കണത്. അത് ഒരാൾക്ക് പോലീസുകാരനാണ്, അവരെ മോൻ പോലീസിലാണ്, ഹെഡിലാണ് ഇരിക്കണേന്ന് പറയണം. ഒരാള് വാട്ടർ അതോറിറ്റിയിൽ എന്തോ ആണെന്ന് തോന്നണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരെ മോന് വേറെ ജോലി ഉണ്ടെന്ന്. ഒരാള് പട്ടാളത്തുകാരൻ. എന്താണ് അമ്മ അവസ്ഥ? എൻ്റെ അവസ്ഥ എന്ന് ഒരടി നടക്കാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് അവിടെ പോയി ഇഴഞ്ഞു പോകുമ്പോഴാണ് കിടക്കുന്നത്. 4 അറ്റാക്ക് വന്ന് ന്യൂമോണിയായി. ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞ് എന്നെയാണ് റോഡ് കൊണ്ട് എത്തിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എനിക്ക് ഇതിനൊരു വഴി കാണിച്ചു തരണമെന്നാണ് എൻ്റെ പിള്ളേരെ വിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇത്രയും എനിക്ക് പറയാൻ. ഒരു ആട്ടോ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഒരു വഴി, ഇത്രയും ജനങ്ങൾ പോയി വരാനായിട്ടുള്ള ഒരു വഴി. മുനിസിപ്പാലിറ്റിയും സർവ്വദൈവങ്ങളും പരാശക്തികളുമായിട്ട് നിറഞ്ഞിരിക്കുന്നവരടുത്ത് ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്ന ജനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് പെരുമാറുന്ന 2 വീട്ടുകാരാണ്. അവരൊന്ന് ദയവായിട്ടൊന്ന് മാറി നിന്ന എല്ലാരും കൂടി സഹകരിച്ചാൽ മതി. ഒരാട്ടോ പോയാൽ മതി, ഞങ്ങൾക്ക് കൂടുതലൊന്നും വഴി വേണ്ട. ഒരാട്ടോ കയറി വന്ന് ഞങ്ങളെ ഒരാളിനെ തൂക്കിയെടുത്തോണ്ട് പോയാൽ മതി, റോഡിൽ കൊണ്ട് എത്തിക്കാൻ. അങ്ങനെ ഒരു സംവിധാനം എല്ലാരും സഹകരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ വഴി അതുവരെ ചെയ്ത് നിർത്തിയെന്ന് വെച്ചാൽ അവർ ഇത് തുറക്കാത്തത് കൊണ്ടാണ് ഈ വഴി ചെയ്യാതെ. ഇത് തുറന്നാൽ മാത്രമേ അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെയുള്ള ഫണ്ട് മാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വഴി നേരത്തെ ഇത്രയും വെള്ളത്തിലാണ് പൊങ്ങി കിടക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ തൂങ്ങിയാണ്, ആ ഗ്രില്ല് വഴി തൂങ്ങിയാണ് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ നിവൃത്തിയില്ലാതെ കൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ടാണ് ആ ഗേറ്റ് തുറന്നു വെപ്പിച്ചത്. അങ്ങനെയാണ് ഈ ഗേറ്റ് ഇത്രയെങ്കിലും തുറന്നു വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ഇത്രയും മാക്സിമം നമ്മൾ ക്ഷമിച്ചു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മാക്സിമം ഈ ഓട്ടോ വരുന്നില്ലെങ്കിൽ ഇവർ വഴി തുറന്നു തരയ്ക്കണമെന്ന് ഞാൻ നിയമപരമായിട്ട്
താഴ്മയായി അപേക്ഷിക്കുന്നു. വീട്ടിലേക്ക് ഒരു ഓട്ടോ പോലും കയറാത്തതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവിടുത്തെ പ്രദേശവാസികളിൽ കുറച്ചു പേരാണ് ഇപ്പോൾ മലയാളി വാർത്തയ്ക്കൊപ്പം ഉള്ളത്. ഇവരൊക്കെ പറയുന്നത് യാതൊരു പ്രശ്നവുമില്ലാതെ നേരെ ഒന്ന് സ്കൂളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മക്കൾക്കാവണം എന്നുള്ളതാണ്. വീട്ടിലുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പലപ്പോഴും ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് മാറി താമസിക്കേണ്ടുന്ന സാഹചര്യമാണ്. അതൊക്കെ മാറ്റി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ചികിത്സ തുടരാനും അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു ഓട്ടോയെങ്കിലും കയറണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും.